നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. എന്നാൽ വേഗം വന്നോളി, നമുക്ക് ഉണ്ടാക്കി കളയല്ലേ. അതിന് നമ്മൾ 1 കിലോ അരി നല്ലോണം കഴുകി ഒരു 3-4 പ്രാവശ്യം കഴുകിക്കോട്ടാ. 3-4 പ്രാവശ്യം കഴുകി വെച്ച അരി നല്ലോണം കുതിർക്കാൻ വേണ്ടി വെക്കണം. അല്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂലേ, അത് നമ്മൾ പറയണം. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവൂലേ. നല്ലോണം കുതിരാൻ വേണ്ടി വെച്ചിട്ടാ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത പണി നോക്കിയാലോ. എന്താന്നല്ലേ, ഒരു 2 സവാള എടുത്ത് നല്ലോണം മുറിച്ചിട്ടോ കേട്ടാ. നമ്മളെ വെജിറ്റബിൾസ് എല്ലാം മുറിച്ചിടല അടുത്ത നമ്മളെ പരിപാടി. നല്ലോണം വെജിറ്റബിൾസിൽ സവാള, പിന്നെ നമുക്കാണ്ട് ഒരു ക്യാപ്സിക്കം മുളക് കേട്ടാ. ഒരു ക്യാപ്സിക്കം മുളക് ചെറുതാക്കി മുറിച്ചിടണോ. പിന്നെ വേണ്ടി നമ്മളെ സാധനം ബീൻസ് തന്നെ ഇടോ. ഒരേ ബീൻസ് എടുത്ത് ചെറുതാക്കി മുറിച്ചിട്ടോ. പിന്നെ ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയോ 2 കൂട് വെളുത്തുള്ളിയോ. പിന്നെ ക്യാരറ്റ് വേണ്ടേ. ക്യാരറ്റ് ഇല്ലാണ്ട് ഫ്രൈഡ് റൈസ് അല്ലേ. ഒരു 3 വലിയ ക്യാരറ്റ് തന്നെ എടുത്ത് മുറിച്ചിട്ടോ. പിന്നെ നമ്മൾ വെള്ളം വെച്ചോ. എന്തിന്, അരി വേപ്പിച്ചെടുക്കണ്ടേ. അതിന് കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പും നമ്മളെ ഓയിലും പാർന്ന് നല്ലോണം മിക്സാക്കി എടുത്തിട്ട് നല്ല പോലെ പതപ്പിച്ചെടുക്കണം കേട്ടാ. അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കട്ടാ. അതിന് ഡാർക്ക് സോയാ സോസ് 2 സ്പൂണ്, 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചോ. അപ്പോഴത്തേക്ക് നമ്മളെ വെള്ളമെല്ലാം നല്ലോണം പതച്ച് വന്നിട്ടുണ്ടാവും. അതിലേക്ക് എന്തിടുക, നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച അരിയില്ലേ, അതിന് നേരെ കൊണ്ടുപോയി അരിപ്പയിലിട്ട് പതക്കുന്ന വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടാ. നല്ലോണം പതക്കുന്ന വെള്ളത്തിലിട്ട് നല്ലോണം ഒരു 3/4 വേപ്പിച്ചെടുക്കണം. എത്രയാന്നാ, അധികം ഒന്നും വേപ്പിക്കല്ലേ നിങ്ങൾ. ഒരു 3/4 എന്തായാലും നമ്മൾ നേരെ അരിപ്പയിലിട്ട് ഊറ്റി ഇങ്ങെടുക്കണം കേട്ടാ. ഇങ്ങനെ ഊറ്റി ഇങ്ങെടുത്താൽ പിന്നെ കുറച്ച് നേരം തണുക്കാൻ വെക്കണം. കയ്യെങ്കിൽ നിങ്ങൾ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചോ. എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമുക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് തണുപ്പിച്ചിങ്ങെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് പണിയെടുക്കാം, നമ്മളെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അത് നേരെ ഒരു 3-4 സ്പൂണ് നമ്മളെ സൺഫ്ലവർ ഓയിലില്ലേ, അത് പറഞ്ഞ് അതിലേക്ക് ഇട്ട് നല്ലോണം പൊരിച്ചിങ്ങെടുക്കാലോ. എന്നാൽ പിന്നെ പണി തീരൂല കേട്ടാ. ഒരു 2-3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ പറഞ്ഞ് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റെല്ലാം ഇല്ലേ, എല്ലാ പച്ചക്കറികളും ഉണ്ടല്ലേ. എന്നാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ എപ്പോൾ എന്ത് പണിയെടുക്കുക, നമ്മൾ ഇത് വേപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടാ. എന്താ കാരണം എന്നല്ലേ, നമ്മൾ ഈ ചൈനീസ് റെസിപ്പീസ് എപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടിയ 4 എഗ്ഗ നമ്മളെ മുട്ട. ഉപ്പിടാൻ മറന്നു നോക്കിയേ. എന്നാൽ പിന്നെ കുറച്ച് ഉപ്പിട്ടോളേ. ഉപ്പ് 2-ലും ഇട്ടോ, നമ്മളെ പച്ചക്കറിയിലും ഇട്ടോ മുട്ടയിലും ഇട്ടോ. നോക്കി ഇട്ടോ. ഉപ്പ് ഒരിക്കലും നിങ്ങൾ കൂട്ടാൻ പാടില്ല കേട്ടാ. എന്നിട്ട് നല്ലോണം മിക്സാക്കി വെച്ച മുട്ടയില്ലേ, ആ മുട്ട നമ്മൾ നേരെ കൊണ്ടുപോയി ഒരു കല്ലുമലേക്ക് പാർന്ന് നമ്മൾ കുറച്ചൊന്ന് വാടി വന്നാൽ നേരെ മിക്സാക്കി ഇളക്കി അത് ചെറുതാക്കി എടുത്ത് നേരെ ചിക്കനും ഇട്ട്, നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും ഇട്ട് നേരെ കൊണ്ടുപോയിട്ട് അതിലേക്ക് ഇടണം. നമ്മളെ പച്ചക്കറിയിലേക്ക് ഇട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഒരു 1.5 സ്പൂണ് ചോറും ഇട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി എടുത്ത് അതിലേക്ക് ഇനി നമ്മൾ ആകെ 2-3 മസാല ഇടും. അപ്പോൾ ഇട്ടാലോ ഒരു 2 സ്പൂൺ സോയാ സോസ് ഇട്ടാ. 2 സ്പൂണ് സോയാ സോസും പാർന്ന് പിന്നെ നമ്മൾ നല്ലോണം മിക്സാക്കി അതിലേക്ക് ഒരു സ്പൂൺ നമ്മളെ കുരുമുളക് പൊടിയും ഇട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നല്ലോണം മിക്സാക്കി നമ്മൾ വേപ്പിച്ച് വെച്ച ചോറില്ലേ, അത് തേച്ച് നമ്മൾ അതിലേക്ക് ഇടണം. എന്തിനാന്നല്ല, എന്നാലല്ലേ ചോറല്ലേ നമ്മളെ മെയിൻ സാധനം. അപ്പം ചോറും ഇട്ട് ഒരു 2 സ്പൂണ് നമ്മളെ സിർക്കയില്ലേ, സിർക്കയും പറഞ്ഞ ഒരു 10 മിനിറ്റ് വെച്ചാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലെ ഫ്രൈഡ് റൈസ് റെസിപ്പി റെഡി. എന്നാ ഓക്കെ.